ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 6ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 5 സെഷനായിട്ട് നമ്മൾ വർക്കിനെ കുറിച്ചും എനർജിയെക്കുറിച്ചും കഴിഞ്ഞ സെഷനിൽ പവറിനെ കുറിച്ചും നോക്കിയായിരുന്നു. അപ്പോൾ ആ സെഷൻസ് എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാർഡ്സിൽ പോയാൽ കാണാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവിടെ എല്ലാം ലിങ്ക്സ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സെഷൻ കാണാൻ പ്രീവിയസ് സെഷൻ കണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അത് കണ്ടിട്ട് വരുന്ന ഇത് കാണുന്നതായിരിക്കും ഒരു ഫ്ലോയിന് നല്ലത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊളിഷനെ കുറിച്ചാണ്. കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിമുട്ടൽ, സാധനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അവ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്നേഹത്തോടെയും വളരെ താല്പര്യത്തോടെയും ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ പഠിച്ചാൽ വളരെ ഈസി ആയിരിക്കും. ഓബ്വിയസ്ലി ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ബേർഡനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് ആ ക്വസ്റ്റ്യൻസ് കമൻസിൽ എഴുതുക. ഞാൻ നിങ്ങളുടെ കമൻസ് വായിച്ചിട്ട് ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് കിട്ടണം എന്നുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറയാം, ആ സമയത്ത് വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട്സായിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ വെക്കുകയോ ചെയ്യുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് കൊളിഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എപ്പോഴും ഓർക്കുക, പലപ്പോഴും റിയൽ ലൈഫിൽ നമുക്ക് ഈ കൊളിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾ കളിക്കുമ്പോൾ പോലും ക്യാരം ബോർഡ് നിങ്ങൾ കളിക്കുവാണ്. അപ്പോൾ ക്യാരം ബോർഡിൽ സ്ട്രൈക്കർ ഉണ്ടാകും. സ്ട്രൈക്കർ വെച്ചിട്ട് നിങ്ങൾ കോയിനിൽ കറക്റ്റായിട്ട് അടിക്കുന്നു. ആ കറക്റ്റായിട്ട് അടിക്കുന്ന ആ വെലോസിറ്റിയും അതിനനുസരിച്ചുള്ള കറക്റ്റ് മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ കോയിനെ പോക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള കേസസ് ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. എങ്ങനെയായിരിക്കും കൊളിഷനിൽ ബിഹേവിയർ നടക്കുന്നത് ഒബ്ജക്ട്സ് തമ്മിൽ. നമുക്ക് നോക്കാം. കൺസിഡർ 2 ബോഡീസ് വിത്ത് മാസ് m1 മൂവിങ് വിത്ത് എ വെലോസിറ്റി u1. ആദ്യം ഒരു 2 മാസ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം m1 ഉണ്ട്. ആ m1 ഒരു വെലോസിറ്റി ഉണ്ട് u1. And m2 that is at rest initially. m2 ഉണ്ട്. m2 വെറുതെ മിണ്ടാണ്ടിരിക്കുവാണ്, അത് റെസ്റ്റിലിരിക്കുവാണ് ആദ്യം. ഓക്കെ, ദീസ് 2 ബോഡീസ് കൊളൈഡ് ആൻഡ് m1 മൂവ്സ് വിത്ത് v1. m1 m2ൽ വന്ന് ഇടിച്ചു. ഈ റെഡിൽ കാണിച്ചാണ് അതിൻ്റെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഈ ഡോട്ടഡ് ലൈനിൽ കൂടെയാണ് അത് പോകുന്നത്. ഓക്കെ, ഇടിച്ചതിന് ശേഷം m1ന് v1 വെലോസിറ്റി വന്നു. ഇങ്ങനെ ഇടിച്ചിട്ട് m1 അങ്ങോട്ട് പോയി. ഓക്കെ, അതിന് v1 വെലോസിറ്റി ഉണ്ട്. ആൻഡ് m2 മൂവ്സ് വിത്ത് എ വെലോസിറ്റി v2. ഓക്കെ, ഇടിച്ചതിന് ശേഷം m2 ഇങ്ങോട്ട് പോയി, m1 അങ്ങോട്ട് പോയി. അപ്പോൾ m2ന് v2 വെലോസിറ്റിയിൽ അത് ഇങ്ങോട്ട് പോയി. ആ ഡോട്ടഡ് ലൈനിൽ കാണിച്ചേക്കുന്ന എല്ലാം ഇതിൻ്റെ ഡയറക്ഷനാണ്, ഏത് വഴിയിൽ കൂടെ പോകുന്നു എന്നുള്ളതാണ്. ഇതിന് ആക്സിസായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വന്ന വഴി x ആക്സിസായി എടുക്കുകയാണ്, അതിനെ പെർപെൻഡിക്കുലർ y ആക്സിസായി എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ പോകുമ്പോൾ ഈ m1 പോകുന്ന ഡയറക്ഷനെ, ആ ആംഗിളിനെ നമ്മൾ θ1 എന്ന് എടുത്തിട്ടുണ്ട്. ആൻഡ് m2 പോകുന്ന ഡയറക്ഷനെ നമ്മൾ θ2 എന്ന് എടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഈ m2ഉം ആദ്യം മൂവിങ് അയക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ബോൾ ഇങ്ങനെ സ്പീഡായിട്ട് വരുന്നു, മറ്റേ ബോൾ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു, ഇവിടെ വന്നുമ്പോൾ മുട്ടുന്നു. അപ്പോൾ m2നും ഒരു ഇനീഷ്യൽ വെലോസിറ്റി u2 ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മൾ ആദ്യം ഇനീഷ്യലി റെസ്റ്റിലായിരുന്ന കേസാണ് പറയുന്നത്. അപ്പോൾ m2 വെറുതെ ഇരിക്കുവാണ്, m1 വന്ന് m2നെ മുട്ടി. ക്യാരം ബോർഡ് പോലെ തന്നെയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ക്യാരം ബോർഡിൽ സ്ട്രൈക്കർ നിങ്ങൾ അടിച്ചു, നേരെ കൊണ്ട് കോയിനിൽ മുട്ടിച്ചു, സ്ട്രൈക്കർ അങ്ങോട്ട് പോയി, കോയിൻ ഇങ്ങോട്ട് പോയി. ആ ഒരു കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ശ്രദ്ധിക്കുക, എപ്പോഴും മോഷൻ വരുമ്പോഴത്തേക്കും 2 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ സ്ഥിരം പറയാറുള്ളത്. ആദ്യമുള്ളത് മൊമെൻറ്റം. എന്താണ് മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊമെൻറ്റത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയി 5th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ആ ചാപ്റ്റേഴ്സ് എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡറാണ്. താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയുടെ ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മൊമെൻറ്റമിനെ കുറിച്ച് പറയും. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ ആണ് മൊമെൻറ്റം. രണ്ടാമത് കൈനറ്റിക് എനർജിനെ കുറിച്ച് പഠിക്കും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചലനം ഉള്ള സാധനങ്ങളിൽ ഉണ്ടാവുന്ന ഊർജ്ജമാണ്. അതിനെക്കുറിച്ചും ഇവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് മൊമെൻറ്റത്തിനെ കുറിച്ച് പറയാം. എപ്പോഴും മൊമെൻറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കാം, ആദ്യം നമ്മൾ ആദ്യത്തെ വസ്തുവിന് മൊമെൻറ്റം പറയുന്നു. ലെറ്റ്സ് സേ അത് ΔP1 ആണ് എന്ന് പറയുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ΔP1 നമുക്കറിയായിരിക്കും. m1 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് നേരെ വന്ന് m2ൽ മുട്ടുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ m1 m2ൽ കൊടുത്ത ഫോഴ്സ്, ഒരു സാധനത്തിന് വന്ന് മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൈ കൊണ്ട് ഞാൻ പേനയെ ഇടിച്ചു, അപ്പോൾ കയ്യിൽ നിന്നും പേനയിലോട്ട് ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ m1 m2ൽ വന്ന് മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1ൽ നിന്നും m2ലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു. ആ ഫോഴ്സിനെ F12 എന്ന് നമ്മൾ പറയുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ന്യൂട്ടൺസ് 3rd ലോ പ്രകാരം നമുക്കറിയാം, ഞാൻ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പേനയെ ഞാൻ അങ്ങോട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റായി ഈ പേന എൻ്റെ കയ്യിൽ ഒരു ഫോഴ്സ് തരും. ഓക്കെ, അതേപോലെ ഇവിടെ m1 m2ൽ F12 കൊടുത്തു കഴിഞ്ഞാൽ
അതേപോലെ തന്നെ തിരിച്ച് M2 M1ൽ ഒരു F21 കൊടുക്കും. ഈ F12 എന്ന് പറയുന്നത് F21ൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. F12 എത്രയാണോ 5 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം, അതേ 5 ന്യൂട്ടൺ ആയിരിക്കും F21ഉം, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ M1 എന്ന് പറയുന്നത് F12 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് M2 എന്ന് പറയുന്നത് F21 ഇങ്ങോട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ F12 അങ്ങോട്ട് കൊടുത്തു. നമുക്കറിയാം എപ്പോഴും ഡെൽറ്റ പി എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഡെൽറ്റ പി മൊമെൻറ്റം. ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ഒരിക്കൽ കൂടെ 5th ചാപ്റ്റർ കണ്ടിട്ട് വരിക. എപ്പോഴും ഓർത്താൽ മതി, മൊമെൻറ്റം എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ എനിക്കിതിന് എന്തെഴുതാം? F12 ഇൻറ്റു ഡെൽറ്റ ടി. എത്ര നേരത്തേക്ക് ഇടിച്ചു ഞാൻ ഈ വസ്തുവിനെ? പതുക്കെ ഇടിച്ചെങ്കിൽ ഡെൽറ്റ ടി വലുതായിരിക്കും, പെട്ടെന്ന് ഇടിച്ചെങ്കിൽ ഡെൽറ്റ ടി ചെറുതായിരിക്കും. അപ്പോൾ എത്ര സമയം കൊണ്ട് ഞാൻ അതിനെ ഇടിച്ചു എന്നാണ് ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ P1 അത് F12 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞു. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആണെന്ന് പറയുന്നത് വിചാരിക്കാം. ഇനി ഡെൽറ്റ P2, അതായത് ഈ M2ൽ ഉണ്ടായിരുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എനിക്ക് എന്ത് പറയാം? F21 എന്ന് പറയാം, അതായത് അതിലുണ്ടായിരുന്ന ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം? F12 എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് F21 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ F21 പകരം നെഗറ്റീവ് F12 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്തായി മാറി? നെഗറ്റീവ് F12 ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുവാണ്. ഇനി ഈ 1ഉം 2ഉം ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ P1 പ്ലസ് ഡെൽറ്റ P2 എനിക്ക് കിട്ടി. ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ 1 പ്ലസ് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ 2. എത്രയായിരിക്കും ഇതിൻ്റെ വാല്യൂ? ഈ റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ F12 ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് F12 ഇൻറ്റു ഡെൽറ്റ ടി, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് പ്രൂവ് ആയത്? ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആയിരിക്കും. ഒരു കൊലിഷന് ശേഷം മൊത്തം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആദ്യം ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നു, ലെറ്റ്സ് സേ M1 U1 ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ മൊമെൻറ്റം. അപ്പോൾ M1 U1 ആയിരുന്നു ഇതിന് ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റം. ഈ വസ്തു ആദ്യം ചലനം ഇല്ലാതിരിക്കുവാണ്. അപ്പോൾ അതിന് M1 M2 ഇൻറ്റു 0 ആണ്, അത് 0 ആണ് അതിൻ്റെ മൊമെൻറ്റം, ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റം. അപ്പോൾ ടോട്ടൽ ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് M1 U1 പ്ലസ് 0 M1 U1 തന്നെയാണ്. ഓക്കെ, ഇനി ഇത് ഇടിച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, ഇടിച്ച് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? M1 അങ്ങോട്ട് പോയി M2 ഇങ്ങോട്ട് പോയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള മൊമെൻറ്റം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ M1 V1 വരും. ഓക്കെ, അതേപോലെ ഇങ്ങോട്ട് M2 V2 വരും. ഓക്കെ, M1 V1 പ്ലസ് M2 V2 എന്നതാണ് ഇടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇടിക്കുന്നതിന് മുന്നേ M1 U1 ആയിരുന്നു, ഇടിച്ചതിന് ശേഷം M1 V1 പ്ലസ് M2 V2 ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആണ്, മൊമെൻറ്റത്തിന് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റവും അവസാനം ഉണ്ടായിരുന്ന മൊമെൻറ്റവും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കൊളിഷൻ്റെ കേസിൽ ഇത് പറയാം, കൊളിഷനിൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്വാണ്ടിറ്റി ഒരു പർട്ടിക്കുലർ ഗിവൺ കേസിൽ 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി ആ പർട്ടിക്കുലർ കേസിൽ കൺസേർവ്ഡ് ആണ് എന്ന് എനിക്ക് പറയാം. ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ എപ്പോഴും കൊളിഷൻ നടക്കുമ്പോൾ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് എന്നെനിക്ക് പറയാം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കൊളിഷനെ 3 രീതിക്ക് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് 3 രീതി നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് കൊളിഷൻ. ആദ്യം ഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ, ഒരു കൂടി മൊമെൻറ്റം ഞാൻ പറഞ്ഞു, മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനി കൈനറ്റിക് എനർജീനെ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ മൊമെൻറ്റം നോക്കും, കൈനറ്റിക് എനർജി നോക്കും. ഇത് രണ്ടും വെച്ചായിരിക്കും നമ്മൾ കൊളിഷനെ പലപ്പോഴും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു, അത് ഓക്കെ ആണ്. ഇനി അടുത്ത കൈനറ്റിക് എനർജി, അതും കൺസേർവ്ഡ് ആണ്. അങ്ങനെ ഉള്ള കൊളിഷനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇലാസ്റ്റിക് കൊളിഷൻ ആയി കഴിഞ്ഞാൽ മൊമെൻറ്റവും കൺസേർവ്ഡ് ആയിരിക്കും, മൊമെൻറ്റത്തിനും ചേഞ്ച് ഉണ്ടാവത്തില്ല. ഇടിക്കുന്നതിന് മുന്നേ ഉള്ള മൊമെൻറ്റം എത്രയായിരുന്നു, ഇടിച്ചു കഴിഞ്ഞാലും ടോട്ടൽ മൊമെൻറ്റം അത്ര തന്നെ ആയിരിക്കും. അത് മൊമെൻറ്റത്തിനും അതുപോലെ ആയിരിക്കും. കൈനറ്റിക് എനർജിയും അതേപോലെ ആയിരിക്കും. കൈനറ്റിക് എനർജി ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി, ഈ രണ്ട് വസ്തുവിനും ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എടുക്കുക, ഇടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് വസ്തുക്കൾക്കും ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എടുക്കുക, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള കൊളിഷനെ നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ? ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, പക്ഷെ കൈനറ്റിക് എനർജി അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള കൊളിഷനെ നമ്മൾ ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയും. അതായത് കൈനറ്റിക് എനർജി ചേഞ്ച് ആവും. എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ശ്രദ്ധിക്കാം, ഒരു കാർ ഒരു മതിൽ വന്ന് ഇടിച്ചു. ഇടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ എനർജി ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഒന്നെങ്കിൽ കാറ് ചപ്പിപ്പോവും, അപ്പോൾ ആ ചപ്പിക്കാൻ വേണ്ടി അവിടെ കുറച്ച് എനർജി മാറുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കും, ഡും
എന്നൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഈ ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി ശബ്ദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനർജീനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വന്നിടിക്കുമ്പോൾ ഡും എന്നുള്ള ശബ്ദം എവിടെ നിന്നായിരിക്കും വരുന്നത്? ഇതിനുണ്ടായിരുന്ന കൈനറ്റിക് എനർജി ഈ ഡും എന്ന ശബ്ദം ഉണ്ടാക്കുവാണ്. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി ആയിരുന്നത് അവിടെ സൗണ്ട് എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നു. ഇങ്ങനെ പല രീതിക്ക് രണ്ട് സാധനങ്ങൾ നമ്മൾ കൊളിഷൻ നടക്കുമ്പോൾ, രണ്ട് സാധനങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ പല രീതിക്ക് എനർജി നഷ്ടപ്പെടാം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവത്തില്ല എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി നിങ്ങൾ നോക്കുമ്പോൾ മിക്കവാറുമുള്ള എല്ലാ കൊളിഷൻസും ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? ഇടിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും, ഇടിച്ചു കഴിഞ്ഞാൽ സാധനം ചപ്പിപ്പോവും, ആ ചപ്പിപ്പോവാൻ എടുക്കുന്ന എനർജി ഉണ്ടാവും, ചിലപ്പോൾ തീ കത്തും, അതെല്ലാം വേണ്ടി കുറേ എനർജി പോകും. അപ്പോൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ മിക്കവാറുമുള്ള കൊളിഷൻസ് എല്ലാം ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പക്ഷേ അപ്രോക്സിമേറ്റ് ആയി നമുക്ക് പ്രോബ്ലം എടുത്ത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ കൊളിഷൻസിനെ ഇലാസ്റ്റിക് ആയി അസ്യൂം ചെയ്യാം. ഇനി മൂന്നാമത്തെ ടൈപ്പിലോട്ട് വരാം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്നുള്ളൊരു കേസും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. ഓക്കെ, മൊമെന്റം കൺസേർവ്ഡ് ആയി, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഇലാസ്റ്റിക്കിനും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിനും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോഷനിലുള്ള വ്യത്യാസമായിരിക്കും. എന്താ മോഷനിലുള്ള വ്യത്യാസം? ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് വസ്തുക്കൾക്കും സെയിം ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ M1 M2ൽ വന്ന് ഇടിച്ചു എന്ന് വിചാരിക്കുക. ഇടിച്ചതിന് ശേഷം ഈ M1ഉം M2ഉം പിന്നെ നീങ്ങിപ്പോകുന്നത് ഒരുമിച്ചായിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ കൈ കൊണ്ട് കാണിക്കുവാണ്. ഈ കൈ M1 ആണെന്ന് വിചാരിക്കുക, ഈ കൈ M2 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും വന്ന് ഇടിച്ചതിന് ശേഷം ഒന്നിച്ച് നീങ്ങി. ഇങ്ങനെയുള്ള കേസസിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 രീതിക്കുള്ള കൊളിഷൻ ഉണ്ട്. ആദ്യം ഇലാസ്റ്റിക് കൊളിഷൻ, അവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും, മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കും. ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം മാത്രം അങ്ങനെ ഈക്വൽ ആയിരിക്കും, കൈനറ്റിക് എനർജി അങ്ങനെ ഈക്വൽ ആയിരിക്കത്തില്ല. ഓക്കെ, ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മൊമെന്റം ഈക്വൽ ആയിരിക്കും, കൈനറ്റിക് എനർജി ഈക്വൽ ആവണം എന്നില്ല. ആൻഡ് ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി, ഇടിച്ചതിന് ശേഷമുള്ള ഡയറക്ഷനും വെലോസിറ്റിയും സെയിം ആയിരിക്കും, രണ്ട് വസ്തുക്കൾക്ക് സെയിം ആയിരിക്കും. എപ്പോഴും ഓർക്കുക, കൈനറ്റിക് എനർജി ചേഞ്ച്, ഇവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ട്, ഡെൽറ്റ കെ. ആ ഡെൽറ്റ കെ ഏറ്റവും ഹയസ്റ്റ് ആവുന്നത് ഈ കേസിലായിരിക്കും. ഓക്കെ, ഡെൽറ്റ കെ ഹൈ എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, ഈ കേസിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കേസിലായിരിക്കും ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം. അപ്പോൾ ഈ 3 കേസിലും എനിക്ക് ഓരോ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ആ എക്സ്പ്രഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കേസ് നമ്മൾ പറയാൻ പോവാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ. ഒരു ഡയമെൻഷനാണ് ഇവിടെ നോക്കുന്നത്. 2 ഡയമെൻഷണൽ കൊളിഷൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്, നെക്സ്റ്റ് സെഷനിലായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഡയമെൻഷൻ, എന്താണ് 1 ഡയമെൻഷണൽ കൊളിഷൻ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, രണ്ട് വസ്തുക്കളുണ്ട് M1 M2. ഈ M1 M2നെ വന്ന് ഇടിക്കുന്നു, എന്നിട്ട് രണ്ടും അതേ ലൈനിൽ തന്നെ പോകുന്നു. നേരത്തെ ഇവിടെ M1 M2നെ വന്ന് ഇടിച്ചിട്ട് രണ്ടും 2 ലൈനിൽ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, 2 രീതിക്ക് പോയി എന്ന് പറഞ്ഞു. ഒരെണ്ണം θ1ൽ പോയി, ഒരെണ്ണം θ2ൽ പോയി എന്ന് പറഞ്ഞു. ഈ കേസിൽ അങ്ങനെയല്ല, M1 M2നെ വന്ന് ഇടിക്കുന്നു, എന്നിട്ട് രണ്ടും അതേ ലൈനിൽ കൂടെ തന്നെ പോകുന്നു. ഇതാണ് 1 ഡയമെൻഷണൽ കൊളിഷൻ. അതായത് കൊളിഷൻ നടക്കുന്ന മുന്നേയും കൊളിഷൻ നടന്ന ശേഷവും വസ്തുക്കൾ മൂവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഇതേ സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു വസ്തു വന്ന് മറ്റൊരു വസ്തുവിൽ ഇടിച്ചു, എന്നിട്ട് രണ്ടും അതേ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ തന്നെ മൂവ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരം ബോർഡെല്ലാം മിക്കവാറും അങ്ങനെയായിരിക്കും. നിങ്ങൾ നേരെ ഒരു കോയിൻ അടിച്ചു കഴിഞ്ഞാൽ നേരെ പോയി കോയിൻ മുട്ടുന്നു, എന്നിട്ട് രണ്ടും അതേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ പോകുന്നു, അതേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോകുന്നു. ഇങ്ങനെയുള്ള കേസസ് ആയിരിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷന് എക്സാമ്പിൾ. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാം. നമുക്കറിയാം എന്താണ് ആദ്യത്തെ കേസ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൊമെന്റം എല്ലാ സ്ഥലത്തും, ഇലാസ്റ്റിക് ആയാലും ഇൻഇലാസ്റ്റിക് ആയാലും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയാലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. അപ്പോൾ മൊമെന്റം കൺസേർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലാത്ത സ്ഥിതിക്ക് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ആകെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് വസ്തുവും ഇടിച്ച ശേഷം M1 M2ൽ വന്ന് ഇടിക്കുന്നു വിചാരിച്ചോളാം. അങ്ങനെ ഇടിച്ചതിന് ശേഷം രണ്ടും നീങ്ങിപ്പോകുന്ന ഒരേ ഡയറക്ഷനിലായിരിക്കും ആൻഡ് അതിന് രണ്ടിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കും ഇടിച്ചതിന് ശേഷം. ഇനി 1 ഡയമെൻഷണൽ കൊളിഷൻ ആണ്. 1 ഡയമെൻഷണൽ കൊളിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാം θ1 = θ2 = 0 എന്ന് എനിക്ക് പറയാം.
അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യത്തെ കേസിൽ ഈ വരച്ച പടം സിംപ്ലിഫൈ ചെയ്താണ് അവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വരച്ച പടത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, M1 M2 പോയി ഇടിച്ചു, എന്നിട്ട് M1 അങ്ങോട്ട് പോയി θ1 ആംഗിളിൽ അങ്ങോട്ട് പോയി, M2 ഇങ്ങോട്ട് പോയി θ2 ആംഗിളിൽ. അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ കൊളിഷൻ ആണ്. ഇത് നടക്കുന്ന ഒരു ഉപരിതലത്തിലാണ്, ഒരു സർഫസിലാണ്. പക്ഷെ നമുക്കവിടെ അത് 1 ഡയമെൻഷണൽ ആയി കഴിഞ്ഞു. ഇനി സ്ഥിരം ഇങ്ങനെ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, നമ്മൾ എന്താ ഇത് ചെയ്യാൻ പോകുന്നത്, ഇത് വെച്ച് പല അൺനോൺസ് നമുക്ക് കണ്ടുപിടിക്കണമെന്നായിരിക്കും നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ മേ ബി M1 നമുക്കറിയാം, ഇത് ഈ വരുന്ന ഒബ്ജക്റ്റ് വരുന്ന U1 വെലോസിറ്റിയിലാണെന്ന് വിചാരിച്ചോളാം. ഓക്കെ, M1 ഉണ്ടായിരുന്നു, ആ M1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് U1 വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രെയിറ്റ് ലൈനിൽ. എന്നിട്ട് M2ൽ ഇടിച്ചതിന് ശേഷം രണ്ടും ഒരേ സ്പീഡിൽ നീങ്ങി പോകണം അല്ലേ? നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ് പറഞ്ഞത്, സെയിം ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി ആണ്. അപ്പോൾ ഒരേ സ്പീഡിൽ ഒരേപോലെ നീങ്ങി പോകണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് V1 V2 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ട് ബോളും പോകുന്ന രണ്ട് വസ്തുവും പോകുന്ന ഒരേ വെലോസിറ്റിയിലാണ്. അപ്പോൾ ഞാൻ V1 = V2 V എന്ന് എടുക്കുവാണ്. രണ്ടും ഇടിച്ച ശേഷം ഒരേ വെലോസിറ്റി ആയ V വെലോസിറ്റിയിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ അൺനോൺസ് കണ്ടുപിടിക്കാനായിരിക്കും എനിക്ക് പറയുന്നത്. പലപ്പോഴും നമുക്ക് അൺനോൺ എന്തായിരിക്കും ആലോചിച്ച് നോക്കാം. ഇപ്പം ഈ സ്ട്രൈക്കർ കോയിൻ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിചാരിക്കാം. ഒരു കോയിൻ നിൽക്കുവാണ്, അത് M2 ആണെന്ന് വിചാരിക്കുക, ഇതാണ് കോയിൻ എന്ന് വിചാരിക്കാം. M1 സ്ട്രൈക്കർ ആണെന്ന് വിചാരിക്കുക, ഞാൻ സ്ട്രൈക്കറിനെ അടിച്ചു. ഓക്കെ, ഈ M1 M2 എനിക്ക് അറിയാമെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ സ്ട്രൈക്കറിനെ അടിച്ചു എന്ന് പറഞ്ഞാൽ എത്ര വെലോസിറ്റി അടിക്കണം എന്നുള്ള എൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ അതെനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് മൂന്നും എനിക്ക് അറിയാമായിരിക്കും, M1 M2 U1 എനിക്ക് അറിയാമായിരിക്കും. ഇടിച്ചതിന് ശേഷം സ്ട്രൈക്കറും കോയിനും എത്ര വെലോസിറ്റിയിൽ പോകുന്നു, ആ ഫൈനൽ വെലോസിറ്റി എത്രയാണ്, ആ V എത്രയാണ്, അതായിരിക്കും സാധാരണ അൺനോൺ. സാധാരണഗതിയിൽ ഞാൻ പറയണം. അപ്പോൾ അൺനോൺ എന്ന് പറയുന്നത് V ആയിരിക്കും. ആൻഡ് ഈ വിന് ഒരു എക്സ്പ്രഷൻ എഴുതാനായിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് പ്രൂഫ് വരുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും പ്രോബ്ലംസ് വരുന്നത്. എനിവേ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു പ്രൂഫ് എഴുതാൻ വന്നു കഴിഞ്ഞാൽ, ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതുക. എന്താണ് ഇൻട്രൊഡക്ഷൻ? കൺസിഡർ 2 objects M1 and M2. M2 is initially at rest. M1 is coming at a velocity of U1 initially. അതിനുശേഷം രണ്ടും കൊളൈഡ് ചെയ്യുന്നു, both collide, and after collision they both move in the same straight line with the same velocity V. ഇത്രയും എഴുതുക. ഇത്രയും എഴുതിയിട്ട് പറയുക. പിന്നെ ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആയാൽ ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, മൊമെന്റം ഈസ് കൺസേർവ്ഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ആണ്. ഇനിഷ്യൽ മൊമെന്റം എനിക്ക് എങ്ങനെ പറയാം? ആദ്യം നോക്കാം, M1 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് U1 വെലോസിറ്റിയിൽ പോവാണ്. അങ്ങനെയാണെങ്കിൽ M1 × U1 ആയിരിക്കും അതിൻ്റെ മൊമെന്റം, ഇനിഷ്യൽ മൊമെന്റം. അതിനുശേഷം ഈ രണ്ടാമത്തെ ഓബ്ജക്റ്റ് M2 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് 0 വെലോസിറ്റിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് M2 × 0 ആണ്. അപ്പോൾ ഈ ടോട്ടലാണ് എനിക്ക് ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് M1 ഉം M2 ഉം രണ്ടും V വെലോസിറ്റിയിൽ നീങ്ങി പോകുന്നു ഇടിച്ചതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ എനിക്ക് M1 × V + M2 × V എന്ന് എഴുതാം. അത് രണ്ടിനെ സം, അല്ലെങ്കിൽ M1 + M2 × V കോമൺ എടുക്കുവാണെങ്കിൽ, V കോമൺ എടുത്തു കഴിഞ്ഞാൽ M1 + M2 × V എന്ന് എഴുതാം. ഇതിൽ നിന്നും എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? V ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് അറിയാവുന്ന എന്തൊക്കെയാണ്? M1 അറിയാം, U1 അറിയാം, M2 അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് V കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ M1 + M2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആയി. ഓക്കെ, ബാക്കി അപ്പോൾ V എന്ന് പറയുന്നത് M1 / M1 + M2 / M1 + M2 the whole into U1. ഇതായിരിക്കും എനിക്ക് വിൻ്റെ എക്സ്പ്രഷൻ, അതായത് ഫൈനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കോയിൻ്റെയും സ്ട്രൈക്കറിൻ്റെയും മാസ് അറിയാം എന്ന് വിചാരിക്കാം. കോയിൻ്റെ മാസ് സ്ട്രൈക്കറിൻ്റെ മാസ് M1 ആണ്, കോയിൻ്റെ മാസ് M2 ആണ് എന്ന് വിചാരിക്കാം. സ്ട്രൈക്കറിന് ഞാൻ ഇനിഷ്യലി അടിക്കുന്ന വെലോസിറ്റി എനിക്ക് അറിയാം എന്നുണ്ടെങ്കിൽ, U1 അറിയാം എന്നുണ്ടെങ്കിൽ എനിക്ക് V കണ്ടുപിടിക്കാം. എങ്ങനെ? M1 അറിയാം, അപ്പോൾ M1 / M1 + M2, M2 അറിയാം, അപ്പോൾ M1 / M1 + M2 എടുക്കുക, ഇൻറ്റു അടിച്ച വെലോസിറ്റി എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് വരാം. നമുക്ക് എന്താ അറിയാമെന്ന്, ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാവുന്നു. കാരണം എന്താണ്? ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൺസേർവ് ആവുന്നില്ല. ഒരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാവുകയാണ് അവിടെ. അപ്പോൾ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെ ആയിരിക്കണം? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. കാരണം എന്താണ്? ഇനിഷ്യലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിയും കാട്ടിലും കുറവായിരിക്കണം ഫൈനൽ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ കൈനറ്റിക് എനർജിയിൽ നിന്നും കുറച്ച് കൈനറ്റിക് എനർജി ശബ്ദമായി പോയി, ബാക്കിയുള്ള കൈനറ്റിക് എനർജി മാത്രമേ അവിടെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടേണ്ടത്. അത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഞാൻ എഴുതാൻ പോവാണ്. ചേഞ്ച് ഇൻ KE എന്ന് പറയുന്നത് നമുക്കറിയാം, ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഞാൻ ½ M1 U1² ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ കൈനറ്റിക് എനർജി എടുക്കണം. അതെന്ന് പറയുന്നത് ½ M1 U1² ആണ്. പ്ലസ് ഇതിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ് ഇനിഷ്യലി, കാരണം ഇത് റെസ്റ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ റെസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഇല്ല.
ഇനി ഇത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി ഞാൻ എഴുതാൻ പോവാണ്. എങ്ങനെയാണ് ഫൈനൽ കൈനറ്റിക് എനർജി എടുക്കുന്നത്? m1ഉം m2ഉം v വെലോസിറ്റിയിൽ കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ അല്ലേ? ഹാഫ് m1 v സ്ക്വയർ പ്ലസ് ഹാഫ് m2 v സ്ക്വയർ. അതിൽ ഞാൻ ഹാഫ് v സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. ഇനി ശ്രദ്ധിക്കുക, v എനിക്കറിയാം, ഇവിടെ നിന്നും എനിക്കറിയാം m1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് ഈ v സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഈ ഹാഫ് m1 u1 സ്ക്വയർ എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കും, മൈനസ് ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 അങ്ങനെ നിൽക്കുന്നു, ഇൻറ്റു വി സ്ക്വയറിന് പകരം ഈ ടോട്ടലിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ m1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു u1 സ്ക്വയർ അല്ലേ? m1 സ്ക്വയർ മുകളിലുള്ള സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെയുള്ള സ്ക്വയർ ഇൻറ്റു u1ൻ്റെ സ്ക്വയർ. അത് സ്ക്വയർ ചെയ്തു. ഇവിടെ ഒരു m1 പ്ലസ് m2 കിടപ്പുണ്ട്, താഴെ ഒരു m1 പ്ലസ് m2 കിടപ്പുണ്ട്, ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഹാഫ് m1 u1 സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഈ രണ്ടാമത്തെ ടേമിലും ഹാഫ് m1 u1 സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു u1 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇവിടെ 1 ആണ്. ഹാഫ് m1 u1 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 ആണ്. 1 മൈനസ് ഇവിടെ ബാക്കി എന്താ ഉള്ളത്? m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഉണ്ട് അല്ലേ? m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഉണ്ട്. ഇതായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1നെ ഞാൻ m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് എഴുതുവാണ്. ഓക്കെ, 1നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ ഒരേ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്താണ്? m1 പ്ലസ് m2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നത് 1 തന്നെയാണ്, മൈനസ് ബാക്കിയുള്ള ടേം m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, ഇനി ഇതെന്തായി? ഈ m1ഉം ഈ m1ഉം കട്ടായി പോകും. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എനിക്ക് എന്താ എഴുതാൻ പറ്റും? m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നെനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ടേം എന്തായി മാറി? ഹാഫ് m1 u1 സ്ക്വയർ ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നെനിക്ക് എഴുതാൻ പറ്റും. ഇതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഈ ടേം ആണ് ഈ m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്നായത്. അതെങ്ങനെയെന്ന് കാണിച്ചു. പുറത്ത് ഹാഫ് m1 u1 സ്ക്വയർ ആയി. ഇനി ശ്രദ്ധിക്കാം, നമുക്കറിയാം മാസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ m1 ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, u1 അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും u1ൻ്റെ സ്ക്വയർ എടുക്കുന്നുണ്ട്, അതും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയി മാറിക്കഴിഞ്ഞു. m2 ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, അപ്പോൾ അതും പോസിറ്റീവ് ആണ്. ഹാഫ് ഒരു പോസിറ്റീവ് ആണ്, താഴെ m1ഉം m2ഉം പോസിറ്റീവ് ആണ്. അപ്പോൾ എല്ലാം പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഈ ടോട്ടൽ ടേം ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഡെൽറ്റ കെ ഇ അല്ലെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഇവിടെ നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജി എന്ന് പറയുന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കൈനറ്റിക് എനർജി മാറി ശബ്ദമായി മാറിയോ എന്തെങ്കിലുമായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഐദർ ഇത് ഓർക്കുക, ഈ ഒരു എക്സ്പ്രഷൻ ഓർക്കുക. എങ്ങനെയാണ് ഇത് കിട്ടിയത്? മൊമെൻറ്റത്തിന് ഇനിഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ഇക്വേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയത് ഈ ഒരു എക്സ്പ്രഷൻ. അവിടെ എപ്പോഴും ഓർക്കേണ്ടത് ഈ ഫൈനൽ വെലോസിറ്റി ഒന്നേ ഉള്ളൂ, രണ്ടും ഒരേ വെലോസിറ്റിയിലേക്ക് നീങ്ങി പോകുന്നു. അതിനുശേഷം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണെന്ന് കാണിക്കാൻ ഇത്രയും നമ്മൾ എഴുതി. അത് കാണാതെ പഠിക്കണോ കാണാതെ പഠിക്കണേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജനറലി ചോദ്യം വരാറുണ്ട്, ഷോ ദാറ്റ് ഇൻ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് കൊളിഷനിലോട്ട് പോകാം, ഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കൊളിഷൻ ആണ് ഇലാസ്റ്റിക് കൊളിഷൻ. ഒരിക്കൽ കൂടി വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ ആണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെല്ലാമായിരിക്കും അവിടെ ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കേണ്ടത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെല്ലാമായിരിക്കും അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വരച്ച് കാണിക്കുകയാണ്. ഇതൊരു ബോൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു m1 മാസ് ഉള്ള ഒരു ബോൾ ഉണ്ട്, ആൻഡ് ദെൻ m2 മാസ് ഉള്ള മറ്റൊരു ബോൾ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും തമ്മിലാണ് കൂട്ടിമുട്ടാൻ പോകുന്നത്. ഇത് m1 m2 എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇനീഷ്യലി u1 വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുവാണ്, വന്ന് ഇടിച്ചു കഴിഞ്ഞു. ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും m1 പോയത് v1 വെലോസിറ്റിയിലാണ്. ഫൈനൽ m1ൻ്റെ ഫൈനൽ വെലോസിറ്റി v1 വെലോസിറ്റിയിലാണ് അത് പോയത്. ഓക്കെ,
അത് ഇടിച്ചതിന് ശേഷം അതേപോലെ M2 പോയത്, M2 ആദ്യം റെസ്റ്റിലിരിക്കുമായിരുന്നു, M2 പോയത് V2 വെലോസിറ്റിയിലാണ് M2 പോയത്. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ട് നേരത്തെ ഫൈനൽ വെലോസിറ്റി സെയിം ആയിരുന്നു, പക്ഷേ ഇവിടെ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷനിൽ നമുക്ക് എന്തെല്ലാം അറിയാം? കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, മൊമെന്റം കൺസേർവ്ഡ് ആണ്, പക്ഷേ ഫൈനൽ മോഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടും രണ്ട് വെലോസിറ്റിയിൽ പോകാം. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ആദ്യം അൺനോൺസ് എന്താണ് എന്ന് നമുക്ക് നോക്കണം. ഇവിടെ എന്തൊക്കെയായിരിക്കും അൺനോൺ? എനിക്ക് അറിയാവുന്നത് M1 അറിയാൻ പറ്റും. ഒരിക്കൽ കൂടി ഞാനൊരു സ്ട്രൈക്കറും കോയിൻ്റെയും കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്കർ ആണ് ഇതെന്ന് വിചാരിക്കുക, അതിന് M1 മാസ് ഉണ്ട്, ഇത് കോയിനാണ്, M2 മാസ് ഉണ്ട്. അപ്പോൾ സ്ട്രൈക്കറിൻ്റെയും കോയിൻ്റെയും മാസ് നമുക്ക് അറിയാമായിരിക്കും. ഇനി അത് അടിക്കുമ്പോൾ സ്ട്രൈക്കറിനെ എത്ര സ്പീഡിൽ ഞാൻ അടിച്ചു എന്നെനിക്ക് പറയാൻ പറ്റും, അത് U1 ആണ് എന്ന് വിചാരിക്കാം. പക്ഷേ ഇത് ഇടിച്ചതിന് ശേഷം സ്ട്രൈക്കർ എത്ര സ്പീഡിൽ പോകുമെന്നോ കോയിൻ എത്ര സ്പീഡിൽ പോകുമെന്നോ നമുക്ക് പറയാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ അത് രണ്ടുമായിരിക്കും അവിടെ അൺനോൺസ്. V1, V2 രണ്ട് അൺനോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ വേണം. എപ്പോഴും ഓർക്കുക, രണ്ട് അൺനോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ വേണം. ഇത് രണ്ടുമാണ് എനിക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്. അടിച്ചതിന് ശേഷം ഞാൻ സ്ട്രൈക്കറിന് തട്ടി വിട്ടതിന് ശേഷം സ്ട്രൈക്കർ പോയി കോയിനെ ഇടിക്കുന്നു, എന്നിട്ട് സ്ട്രൈക്കർ ഒരു വെലോസിറ്റിയിൽ പോയി അത് V1 ആണ്, കോയിൻ മറ്റൊരു വെലോസിറ്റിയിൽ പോയി അത് V2 ആണ്. ആ രണ്ട് വെലോസിറ്റിയും എനിക്ക് അറിയണം. എങ്ങനെ അറിയാം? നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമുക്കറിയാം ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഒരിക്കൽ കൂടി ഇലാസ്റ്റിക് കൊളിഷൻ ആണ് എപ്പോഴും ഓർക്കേണ്ടത്. ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുവാണ് മൊമെന്റം എങ്ങനെ നമുക്ക് പറയാം? ശ്രദ്ധിക്കാം, ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് ഈ വസ്തുവിന്റെ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് ഇത് ആദ്യം M1 മാസ് ആണ്. ആ M1 മാസ് ഒരു U1 വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് M1 U1 ആണ്. ഓക്കെ, രണ്ടാമത്തെ മാസ് അത് ഇനീഷ്യൽ റെസ്റ്റിലാണെങ്കിൽ ഇതിന്റെ മൊമെന്റം 0 ആയിരിക്കും. കാരണം M2 ഇൻറ്റു എത്രയാണോ വെലോസിറ്റി, റെസ്റ്റിലിരിക്കുമ്പോൾ വെലോസിറ്റി 0 ആണ്. അപ്പോൾ M2 ഇൻറ്റു 0 ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് 0 തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് M1 U1 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഫൈനൽ മൊമെന്റം എങ്ങനെയാണ്? M1 വന്ന് ഇടിക്കുന്നു, ഇടിച്ച ശേഷം എനിക്ക് M1 പോകുന്നത് V1 വെലോസിറ്റിയിലാണ്. അപ്പോൾ M1ന്റെ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് M1 V1 ആണ്. ഓക്കെ, M2 ഇടിച്ചതിന് ശേഷം M2 പോകുന്നത് V2ലാണ്. അപ്പോൾ അതിന്റെ മൊമെന്റം M2 V2 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നറിയാം. ഇത് ഇനീഷ്യൽ മൊമെന്റം ആണ്, ഇത് ഫൈനൽ മൊമെന്റം ആണ്. അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, കാരണം മൊമെന്റം ഈസ് കൺസേർവ്ഡ്. എന്തുകൊണ്ടാണ്? ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഇലാസ്റ്റിക് കൊളിഷൻ അല്ലെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ് കേട്ടോ. എല്ലാ സ്ഥലത്തും മൊമെന്റം കൺസേർവ്ഡ് ആണ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ എഴുതാം. എന്താണ് ആ ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് KE ഈസ് കൺസേർവ്ഡ്. ഓക്കെ, കൈനറ്റിക് എനർജി കൺസേർവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ കൂടി ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് എനിക്ക് എഴുതണം. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് M1 ഇൻറ്റു U1 സ്ക്വയർ ആയിരിക്കും. ഇത് ഈ വസ്തുവിനുണ്ടായിരുന്ന M1 വസ്തുവിനുണ്ടായിരുന്ന ഇനീഷ്യൽ കൈനറ്റിക് എനർജി പറയുന്നത് ഹാഫ് M1 U1 സ്ക്വയർ ആണ്. ഓക്കെ, പ്ലസ് M2 വസ്തുവിനുണ്ടായിരുന്ന ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. കാരണം എന്താ? അത് റെസ്റ്റിലിരിക്കുവാണ്. ഇനി അഥവാ അത് 0 അല്ലെങ്കിൽ അതും കൂടെ എഴുതിക്കോളുക. ഓക്കെ, ഇവിടെ നമ്മൾ എപ്പോഴും ഇവിടെയും നമ്മൾ എഴുതിയപ്പോൾ മൊമെന്റം എഴുതിയപ്പോൾ ഇനീഷ്യലി അതിന് 0യിൽ ഇരുന്നുകൊണ്ടാണ് അതിന് 0 ആക്കി കളഞ്ഞത്. ഇനി അഥവാ ഈ M2 വസ്തുവിന് ഇനീഷ്യലി ഒരു വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് M2 വെറുതെ ഇരിക്കുവാണെന്നാണ്. ഇവിടെ നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാസ് M1 മൂവിങ് വിത്ത് വെലോസിറ്റി U1 ആൻഡ് M2 ഈസ് അറ്റ് റെസ്റ്റ് എന്ന് നമ്മൾ എഴുതിയതുകൊണ്ട് മാത്രം നമ്മൾ അത് എടുക്കുന്നില്ല. അപ്പോൾ ഹാഫ് M1 U1 സ്ക്വയർ ആണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫൈനൽ കൈനറ്റിക് എനർജി M1 ഇടിച്ച ശേഷം പോയത് V1 വെലോസിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് M2 ഇടിച്ചതിന് ശേഷം പോയത് V2 വെലോസിറ്റിയിലാണ്. അപ്പോൾ ഹാഫ് M2 V2 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഹാഫ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? M1 U1 സ്ക്വയർ ഇസ് ഈക്വൽ ടു M1 V1 സ്ക്വയർ പ്ലസ് M2 V2 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് അൺനോൺ ഉണ്ട്, രണ്ട് ഇക്വേഷൻ ഉണ്ട്. എപ്പോഴും രണ്ട് അൺനോൺ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ രണ്ട് അൺനോണിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് സ്ഥിരമുള്ള പരിപാടി. ഇനി നമ്മൾ ഇതിന് ശേഷം ഈ V1ഉം V2ഉം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റെപ്സ് എഴുതി ഒരു ഫൈനൽ എക്സ്പ്രഷൻ, V1ന് വേണ്ടി ഒരു ഫൈനൽ എക്സ്പ്രഷൻ എഴുതും, V2വിന് വേണ്ടി ഒരു ഫൈനൽ എക്സ്പ്രഷൻ എഴുതും. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല,
കാണാതെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇത്രയും അറിയാമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഏത് അൺനോൺ വേണോ കണ്ടുപിടിക്കാം. ചിലപ്പോൾ നമുക്ക് m1 ആയിരിക്കും അൺനോൺ, എന്തെങ്കിലും 2 അൺനോൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, ആ 2 അൺനോൺ കണ്ടുപിടിക്കാൻ എനിക്ക് 2 ഇക്വേഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. നമ്മൾ ഇനി ചെയ്യുന്ന സ്റ്റെപ്പ് കാണാതെ പഠിക്കണം നിർബന്ധമില്ല, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത്രയും അറിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതിക്കൊള്ളുക. അതിനുശേഷം നമുക്കിത് സോൾവ് ചെയ്യാം. ഓൾറൈറ്റ്, നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നോക്കാം, ഈ 1ൽ ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്? ഈ m1 ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിൽ ഞാൻ കൊണ്ടുവരുവാണ്. അപ്പോൾ ഞാൻ 1നെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുന്നത്? m1 v1നെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അത് നെഗറ്റീവായി m1 u1 ഓൾറെഡി ഈ സൈഡിലുണ്ട്, മൈനസ് m1 v1 ആവും. മൈനസ് m1 v1 ഈസ് ഈക്വൽ ടു m2 v2. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുവാണ്. ഓക്കെ, ഇനി ഈ 3നെ എടുത്ത് ഞാൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. എങ്ങനെയാണ് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ഈ m2 v2 സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിക്കുക. m2 v2 സ്ക്വയറിന് പകരം ഞാൻ m2 v2 ഇൻറ്റു v2 എന്ന് എഴുതാം. ഈ m2 v2 ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഒന്നെങ്കിൽ എനിക്ക് m1നെ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ m2നെ എലിമിനേറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരെണ്ണം എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ കുറേ കൂടെ എളുപ്പമാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം m2നെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതിനാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 3നെ ഞാൻ എടുത്ത് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 in 2 എന്ന് ഞാൻ പറയുവാണ്. 3നെ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരിക്കൽ കൂടി ഇവിടെ നോക്കുക, 2 ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. m1 u1 സ്ക്വയർ അങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ m1 u1 സ്ക്വയർ ഈസ് ഈക്വൽ ടു m1 v1 സ്ക്വയർ അപ്പുറത്തെ സൈഡിൽ അതേപോലെ ഉണ്ട്, പ്ലസ് m2 v2 സ്ക്വയറിന് പകരം m2 v2 ആദ്യം എടുത്തു. ആ m2 v2ന് പകരം എന്താ ഇത് എഴുതും. ഓക്കെ, അപ്പോൾ m1 u1 മൈനസ് m1 v1 ഇൻറ്റു v2 അല്ലെ, പുറത്ത് ഒരു v2 കൂടെ കിടപ്പുണ്ട്, അത് എഴുതി. ഓക്കെ, ഇൻറ്റു v2. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്തായി മാറി? m1 u1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയറിന് പകരം m2 v2ൻ്റെ അകത്ത് ഈ സാധനം എഴുതി. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ എല്ലാ ടേംസിലും m1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? ഹോൾ സാധനം രണ്ട് സൈഡിനെ ഞാൻ m1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരേ സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഒരു ചേഞ്ച് സംഭവിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിനെ, ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിനെ m1 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്, റൈറ്റ് സൈഡിനെ m1 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ m1 എല്ലാം പോയി, കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഇനി ബ്രാക്കറ്റ് തുറന്ന് നമുക്ക് എഴുതാം ഒരിക്കൽ കൂടി. ഇത് എന്തായി മാറി? u1 സ്ക്വയർ, ലെഫ്റ്റ് സൈഡിൽ u1 സ്ക്വയർ ഉണ്ട്, ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ u1 v2 മൈനസ് v1 v2. ഓക്കെ, ഇനി ഞാൻ v1 സ്ക്വയർ എന്ന് പറഞ്ഞ ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുപോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായി മാറി? ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി u1 സ്ക്വയർ ഉണ്ട്, മൈനസ് v1 സ്ക്വയർ. v1നെ ഇപ്പുറത്ത് കൊണ്ടുവരും, v1 സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ഇപ്പുറത്ത് കൊണ്ടുവരും, മൈനസ് v1 സ്ക്വയർ ആയി. ഇസ് ഈക്വൽ ടു, ഇതിലും v2 ഉണ്ട്, ഇതിലും v2 ഉണ്ട്. ആ v2 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? u1 മൈനസ് v1 ഇൻറ്റു v2 എന്ന് കിട്ടും. അപ്പോൾ u1 മൈനസ് v1 ഇൻറ്റു v2 ആയി മാറി. ഓക്കെ, ഇതിൽ നിന്നും ഈ ലെഫ്റ്റ് സൈഡ് നോക്കുക, u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ, ഇതെന്ത് ഫോമാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമാണ്. നമുക്കറിയാം, ഇപ്പുറത്ത് എഴുതുവാണ് ഞാൻ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നതാണ് അതിൻ്റെ ഫോം. അപ്പോൾ ഇവിടെ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഈസ് ഈക്വൽ ടു, ഓൾറെഡി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ u1 മൈനസ് v1 ഉണ്ട്, u1 മൈനസ് v1 ഇൻറ്റു v2. ഓക്കെ, u1 മൈനസ് v1 ഇപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട്, അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഫൈനലി എനിക്ക് എന്ത് കിട്ടി? v2 ഇസ് ഈക്വൽ ടു u1 പ്ലസ് v1 എന്ന് കിട്ടി. ഓക്കെ, ഒരു ഇക്വേഷൻ എനിക്ക് ആയി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും രണ്ട് അൺനോണും ഒരേ ഇക്വേഷനിൽ നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പൂർത്തീകരിച്ചാൽ പോരാ, എനിക്ക് ഇനിയും സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇതിന് ഞാൻ 4 എന്നെടുക്കുവാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ 4നെ എടുത്ത് ഞാൻ ഈ 1ൽ ഒരിക്കൽ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ്
4 in 1. ഓക്കെ, 4നെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് V2 ആണ് നമുക്ക് അറിയാവുന്നത്. ഓക്കെ, ഇവിടെ കിടപ്പുണ്ട് V2. ലെഫ്റ്റ് സൈഡ് അതേപോലെ ഇരിക്കും. M1 U1 is equal to M1 V1 plus M2 into V2 എന്ന് എഴുതുന്നതിന് പകരം U1 plus V1 എന്ന് എഴുതാം. U1 plus V1. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? M1 U1 is equal to M1 V1 plus M2 U1 plus M2 V1. ഓക്കെ, ഇനി ഈ U1 ഉള്ള സൈഡ് ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, V1 ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിൽ നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായി കിട്ടി? M1 U1 ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്. M2 U1 ഇപ്പുറത്ത് കൊണ്ടുവരുന്നു, മൈനസ് M2 U1 is equal to M1 V1 M2 V1. V1 കോമൺ എടുത്തു കഴിഞ്ഞാൽ M1 plus M2 into V1. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നും U1 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? M1 minus M2 into U1 is equal to M1 plus M2 into V1. ഓക്കെ, ഇതിൽ നിന്നും എനിക്ക് V1 എഴുതാം. എങ്ങനെ എഴുതാം? ഈ M1 plus M2 ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ M1 minus M2 ഡിവൈഡഡ് ബൈ M1 plus M2 the whole into U1 ആയിരിക്കും എനിക്ക് V1ന്റെ ഇക്വേഷൻ. ഓക്കെ, ശ്രദ്ധിക്കാം, നമുക്ക് അറിയാവുന്ന എന്തൊക്കെയായിരുന്നു? M1 ഉണ്ടായിരുന്നു, മാസ്, ഫസ്റ്റ് മാസ്. M2 ഉണ്ടായിരുന്നു, സെക്കൻഡ് മാസ്. U1 അറിയായിരുന്നു, ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ഓബ്ജക്റ്റ്. ഓക്കെ, അത് വെച്ച് നമ്മൾ V1 ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ മൂന്നും വെച്ച് ഇവിടെ M1 അറിയാം, M2 അറിയാം, U1 അറിയാം. അതായത് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈക്കറിനെ അടിക്കുന്നു, കോയിനിൽ പോയി അടിച്ചു, ഇലാസ്റ്റിക് കൊളിഷൻ ആണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. സ്ട്രൈക്കറിന്റെ മാസ് അറിയാം, കോയിന്റെ മാസ് അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം V1 കണ്ടുപിടിച്ചു. അതായത് സ്ട്രൈക്കർ ഇടിച്ചതിന് ശേഷം പോകുന്ന മാസ് വെലോസിറ്റി ഞാൻ കണ്ടുപിടിച്ചു. ഇനി എനിക്ക് ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാൻ ബാക്കിയുണ്ട്, അതാണ് V2 അല്ലേ? അപ്പോൾ V2 കണ്ടുപിടിക്കാൻ വേണ്ടി ലെറ്റ്സ് സേ ഞാൻ ഇതിനെ 5 എന്ന് പറയുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 5 in ഒരിക്കൽ കൂടി 1ന്റെ ഇക്വേഷനിൽ 5ഉം കൂടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിക്കുക, എന്താ 5ന്റെ ഇക്വേഷൻ? M1 U1 is equal to M1 V1. V1 എനിക്കറിയാം, ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ M1 into M1 minus M2 divided by M1 plus M2. M1 minus M2 divided by M1 plus M2 into U1 പ്ലസ് ബാക്കിയുള്ള M2 V2. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ആദ്യം ഈ U1 ഉള്ള സാധനങ്ങളെല്ലാം ഒരു സൈഡിൽ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ M1 U1 മൈനസ് M1 ഇൻറ്റു M1 minus M2 divided by M1 plus M2 whole into U1. Okay, is equal to M2 V2. ഓക്കെ, ഇതിൽ നിന്നും M1 U1 ഞാൻ കോമൺ എടുക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ M1 U1 ഉണ്ട്, അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ M1 U1 ഇൻറ്റു ഇതിൽ M1 U1 എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. 1 മൈനസ് M1 minus M2 divided by M1 plus M2 is equal to M2 V2. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഫ്രാക്ഷൻ എനിക്ക് ഒരിക്കൽ കൂടെ സോൾവ് ചെയ്യണം. നേരത്തെ ഞാൻ സോൾവ് ചെയ്ത പോലെ ഞാൻ പറയാൻ പോവാണ്. ഈ ഫ്രാക്ഷൻ എങ്ങനെ സോൾവ് ചെയ്യണം? 1 മൈനസ് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ്. ആ ഫ്രാക്ഷൻ എനിക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ എമ്മിന് പകരം എനിക്ക് M1 പ്ലസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായി മാറി? M1 പ്ലസ് M2 divided by M1 plus M2. ഇതാണ് 1ന് പകരം ഞാൻ ഇങ്ങനെ എഴുതി, മൈനസ് M1 മൈനസ് M2 divided by M1 plus M2. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ 1 ആയി. അപ്പോൾ ബാക്കി നമുക്ക് എഴുതാം. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ M1 plus M2 മൈനസ് M1 പ്ലസ് M2 ആയി മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അപ്പോൾ ന്യൂമറേറ്റർ എന്തായി മാറി? M1 പ്ലസ് M2 ഓൾറെഡി ഉണ്ട്, മൈനസ് M1 മൈനസ് ഇൻറ്റു മൈനസ് M2, അപ്പോൾ പ്ലസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഓക്കെ, M2 അങ്ങനെ നിൽക്കും, M1 കട്ട് ചെയ്ത് പോകും. അപ്പോൾ 2M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ദ m1u1 ഓൾറെഡി പുറത്തുണ്ട്, ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു m1u1 ഇൻറ്റു 2m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഈസ് ഈക്വൽ ടു m2v2. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു m2 ഉണ്ട്, ഇവിടെ ഒരു m2 ഉണ്ട്, അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഓക്കെ, v2 എന്തായി മാറി? v2 ഈസ് ഈക്വൽ ടു 2m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, 2m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 ഇതായി മാറിക്കഴിഞ്ഞു. v2ൻ്റെ എക്സ്പ്രഷനും നമ്മൾ m1 m2 u1 വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അൺനോൺ അല്ല, രണ്ട് അൺനോൺ ഉണ്ടായിരുന്നു, v1 v2, അത് ഒഴിപ്പിച്ച് ബാക്കിയുള്ളത് വെച്ച് അതിൻ്റെ രണ്ടിൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിനൊക്കെ പലപ്പോഴും ഈ ഷോർട്ട് കട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ തിയറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അഥവാ ചോദ്യം വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും ഓർത്താൽ മതി. ഓക്കെ, രണ്ട് അൺനോൺ ആയിരിക്കും ഉണ്ടാവുന്നത്, ഇത് രണ്ടും ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി v1 എക്സ്പ്രഷൻ എന്ന് പറയുന്നത് m1 മൈനസ് m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. v2യുടെ എക്സ്പ്രഷൻ 2m1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. കാണാതെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എങ്ങനെ കാണാതെ പഠിക്കാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതും നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എ കോയിൻ ഓഫ് 10 gram ഈസ് സ്റ്റക്ക് ബൈ എ സ്ട്രൈക്കർ ഓഫ് 20 gram വിത്ത് എ വെലോസിറ്റി ഓഫ് 30 meter per second. ഓക്കെ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു കോയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുവാണ്. ഇതൊരു സ്ട്രൈക്കറാണ്, സ്ട്രൈക്കർ എന്ന് ഞാൻ പറയണം, എസ് എന്ന് പറയണം. ഇതിൻ്റെ സ്ട്രൈക്കറിൻ്റെ മാസ് തന്നിട്ടുണ്ട് 20 gram. ഓക്കെ, ഈ സ്ട്രൈക്കർ ചെന്ന് കോയിനിൽ മുട്ടി, കോയിൻ ചെറുതായി ഞാൻ വരയ്ക്കുവാണ്, ഇത് സി. ഓക്കെ, ആ കോയിന് 10 gram ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് സ്ട്രൈക്കർ തന്നിട്ടുണ്ട് 30 gram ആണ്. ഓക്കെ, എന്താ ചോദ്യം? Find the velocity of the coin and the striker if the collision was elastic and perfectly inelastic. Okay, ശ്രദ്ധിക്കുക, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയാലും ഇലാസ്റ്റിക് ആയാലും എത്രയായിരിക്കും ഫൈനൽ വെലോസിറ്റി എന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിന്റെ കേസ് നോക്കാം. ഇഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയാൽ നമുക്കറിയാം, നോക്കി ഇവിടെ രണ്ടും കോയിനും ഇടിച്ചതിന് ശേഷം ഇത് രണ്ടും ഫൈനൽ വെലോസിറ്റി v തന്നെ ആയിരിക്കും. ഓക്കെ, ഈ തന്നിട്ടുള്ളത് എന്താണ്? m1 തന്നിട്ടുണ്ട്, ഇത് m2 തന്നിട്ടുണ്ട്, m2 10 gram ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഇനീഷ്യൽ വെലോസിറ്റി 30 gram അല്ല, 30 meter per second ആണ്. അപ്പോൾ u1 തന്നിട്ടുണ്ട് 30 meter per second ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ v ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉള്ള എക്സ്പ്രഷൻ, വിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് v ഈസ് ഈക്വൽ ടു m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u എന്നായിരുന്നു, u1 എന്നായിരുന്നു നമ്മൾ എഴുതിയത്, നേരത്തെ എഴുതിയത്, കുറച്ച് മുന്നേ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇവിടെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ എനിക്കിതിന് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? v ഈസ് ഈക്വൽ ടു m1 നമുക്കറിയാം, m1 എത്രയാണ്? 20 gram ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 20 പ്ലസ് 10 ഇൻറ്റു u1 30. എത്രയാണ്? 20 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 30, ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. 20 meter per second ആയിരിക്കും ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് വീൻ്റെ എക്സ്പ്രഷൻ അറിയാം എന്നുള്ളെങ്കിൽ കേസാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ശ്രദ്ധിക്കുക, ഇവിടെ മാസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ഗ്രാമിൽ വെച്ചാലും കുഴപ്പമില്ല, കാരണം റേഷ്യോ എടുത്തു, അപ്പോൾ അവിടെ കുഴപ്പമില്ല. കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തോളൂ, പക്ഷേ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് അഥവാ ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൻ്റെ എക്സ്പ്രഷൻ ഓർമ്മയില്ല എന്ന് വെച്ചോളാം. ഓക്കെ, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിക്കാം, 3 ടൈപ്പ് ഓഫ് കൊളിഷൻ ആണ് ഉള്ളത്. 3 ടൈപ്പ് ഓഫ് കൊളിഷൻ എന്തൊക്കെയാണ്? ആദ്യം ഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും മൊമെന്റം കൺസർവ്ഡ് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ അതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം കൺസർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല, ഫൈനൽ വെലോസിറ്റി സെയിം ആണ്. ഇത്രയും ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് മൊമെന്റം സെയിം ആണ് എന്നറിയാം. മൊമെന്റം എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇനീഷ്യൽ മൊമെന്റം എഴുതാം. നമുക്ക് എന്തറിയാം? ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എന്ന് അറിയാം. ഇനീഷ്യൽ മൊമെന്റം എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം സ്ട്രൈക്കർ മാത്രമായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്, കോയിൻ വെറുതെ ഇരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം സ്ട്രൈക്കറിന്റെ മാസ് m1 ഇൻറ്റു u1 അല്ലെ, സ്ട്രൈക്കറിന്റെ മാസ് ഇൻറ്റു സ്ട്രൈക്കറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ m1 u1 എന്ന് പറയുന്നത് ഇത് ഇനീഷ്യൽ മൊമെന്റം ഞാൻ എഴുതുവാണ്, 20 ഇൻറ്റു 30. ഫൈനൽ
ഫൈനൽ മൊമെന്റം എനിക്കറിയാം, സ്ട്രൈക്കറും കോയിനും v വെലോസിറ്റിയിലാണ് പോയത്. അപ്പോൾ സ്ട്രൈക്കറിന്റെ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് 20 × v ആണ്, പ്ലസ് കോയിന്റെ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് 10 × v ആണ്. ഓക്കെ, റൈറ്റ് സൈഡ് 30 v, ലെഫ്റ്റ് സൈഡ് എന്താണ് 20 × 30. 13 കട്ട് ചെയ്ത് പോകും. v is equal to 20 m/s എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ കാണാൻ പഠിക്കണം എന്നില്ല, ഇത് ഓർത്താൽ മതി. അതിനെ വെച്ച് എനിക്ക് ഫൈനൽ ഇക്വേഷൻ എഴുതി ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇലാസ്റ്റിക് ആണെങ്കിൽ ഞാൻ എഴുതാൻ പോവാണ് ഇഫ് ഇലാസ്റ്റിക്. ഒരിക്കൽ കൂടി എനിക്ക് എക്സ്പ്രഷൻ അറിയാം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. എങ്ങനെയാണ്? v1 എനിക്കറിയാം m1 - m2 / m1 + m2 × u1. അതിലോട്ട് ഈ m1 m2 u1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ തവയെന്ന് കിട്ടി. അതേപോലെ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് കോയിൻ ആൻഡ് ദ സ്ട്രൈക്കർ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും ഫൈനൽ വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോയിൻ്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് v2 = 2m1 / m1 + m2 × u1. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ എനിക്ക് ഈ നമ്പേഴ്സ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി, എളുപ്പം കിട്ടി. ഇനി അഥവാ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കൽ കൂടി ഇലാസ്റ്റിക് ആണെങ്കിൽ എനിക്ക് രണ്ട് കാര്യം പറയാൻ പറ്റും. എന്തൊക്കെയാണ്? ഇനീഷ്യൽ മൊമെന്റം, ഇനീഷ്യൽ പി എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു ഫൈനൽ പി. ഓക്കെ, ഇതിൽ നിന്നും ഇനീഷ്യൽ മൊമെന്റം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇനീഷ്യൽ മൊമെന്റം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇവിടെ പറഞ്ഞത് തന്നെയാണ് m1 u1 തന്നെയാണ്. അപ്പോൾ അത് 20 × 30. ഇനി ഫൈനൽ മൊമെന്റം പറയാൻ 20 × v1 അല്ലെ. സ്ട്രൈക്കർ ഇടിച്ചതിന് ശേഷം v1 വെലോസിറ്റിയിലായിരിക്കും പോകുന്നത്, കോയിൻ ഇടിച്ചതിന് ശേഷം v2 വെലോസിറ്റിയിലായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 20 × v1 പ്ലസ് കോയിൻ്റെത് 10 ആണ് മാസ്, അത് പോകുന്നത് v2ലാണ്. അപ്പോൾ 10 × v2. ഓക്കെ, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഇനീഷ്യൽ കൈനറ്റിക് എനർജി എനിക്ക് ഒരിക്കൽ കൂടെ പറയാം, ഹാഫ് m1 × u1². അപ്പോൾ ഹാഫ് ഇൻറ്റു m1 നമുക്കറിയാം 20 × u1² 30² ഇസ് ഈക്വൽ ടു ഒരിക്കൽ കൂടി ഹാഫ് ഇൻറ്റു m1 × v1². സ്ട്രൈക്കറിന്റെ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു m1 എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി 20 ഗ്രാം ആണ് നമുക്കറിയാം. 20 × v1² പ്ലസ് ഹാഫ് ഇൻറ്റു കോയിൻ്റെ മാസ് m2 × കോയിൻ്റെ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ v2². m2 എന്ന് പറയുന്നത് 10 ആണ്, 10 × v2². ഓക്കെ, നമുക്ക് രണ്ട് അൺനോൺ ഉണ്ട്, രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയി എടുക്കുന്നു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയി എടുത്തിട്ട് ഇത് രണ്ടിനെയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ കൂടി നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ കൊളിഷൻ എന്താണെന്ന് പറഞ്ഞു. കൊളിഷൻ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം 3 ടൈപ്പ് ഓഫ് കൊളിഷൻ പറഞ്ഞു. ആ 3ഉം നിങ്ങൾ ഓർത്തില്ലാൽ മാത്രം മതി. ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കണമെന്നില്ല. ഓർത്താൽ നല്ലത്, പക്ഷെ ഓർക്കണമെന്ന് നിർബന്ധമില്ല. എന്തൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് കൊളിഷൻ? ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്, മൊമെന്റം എപ്പോഴും കൺസേർവ്ഡ് ആണ്. ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഒന്നും കൺസേർവ്ഡ് അല്ല, മൊമെന്റം മാത്രം കൺസേർവ്ഡ് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, മൊമെന്റം കൺസേർവ്ഡ് ആണ്, ഫൈനൽ വെലോസിറ്റി രണ്ടിനും ഒന്നായിരിക്കും. ഇത്രയും ഓർക്കണം. ഓക്കെ, അത് രണ്ടും ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് വന്നു കഴിഞ്ഞാലും ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാതെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ എഴുതിയ എക്സ്പ്രഷൻസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എളുപ്പം ഈ 2 കാര്യങ്ങൾ ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 1 ഡയമെൻഷണൽ കൊളിഷൻ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 2 ഡയമെൻഷണൽ കൊളിഷൻ ആയിരിക്കും പഠിക്കുന്നത്. വീഡിയോ ഒന്ന് പോസിറ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്തോളാം. ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതായിരിക്കും. ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക ആൻഡ് ആൻസർ കമൻറ്റിൽ എഴുതുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം.